സ്നേഹ എങ്ങനെയാ മാതാവിനെ സ്നേഹിക്കുന്നത്? ഞാൻ മാതാവിനെ സ്നേഹിച്ചാൽ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകാൻ പറയുമ്പോൾ അപ്പയുടെ അമ്മയുടെയും കൂടെ പള്ളിയിൽ പോകുന്നു. അങ്ങനത്തെ ഒരു പ്രാർത്ഥന ലൈഫ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ആരെങ്കിലും കൂടെ ഇല്ലെങ്കിലുണ്ടല്ലോ അതെന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ ജപമാലയുടെ സമയത്ത് ഓരോ ജപമാല മണിയും ആ ഒരു അർത്ഥത്തിൽ പറയാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഇപ്പോഴും ഒരു കോൺസ്റ്റന്റ് സപ്പോർട്ട് എൻ്റെ കൂടെ ഉള്ളതിൻ്റെ ഒരു ഫീലായിരുന്നു. എനിക്ക് എന്തോ ഒരു ആ ഒരു രീതിയിൽ ഞാൻ ജപമാല ചെല്ലാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് എന്തോ ഒരാൾ എൻ്റെ കൂടെ ഉള്ള ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും അമ്മയോടൊക്കെ പോയി പറയാം, എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ ഇരിക്കുമ്പോഴേക്കും എൻ്റെ കൂടെ ആരും ഉള്ള പോലെ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞു എന്നുള്ള ഒരു അമ്മയുടെ ഒരു ഫീൽ കിട്ടുന്ന ഒരു അമ്മ എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് ജപമാല ചൊല്ലിയില്ലെങ്കിൽ ഒരു ദിവസമൊക്കെ അമ്മയുടെ മുഖത്ത്, ഞാനിപ്പം അമ്മയുടെ ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അമ്മയുടെ മുഖത്ത് കാണുമ്പോൾ പറയും ഞാൻ അന്ന് നല്ലൊരു കുട്ടിയായിരുന്നെങ്കിൽ അമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ ആയിരിക്കും, ഒരു പ്രകാശമായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഓക്കെ ഇന്ന് ഞാൻ നല്ല കുട്ടിയായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇത് കാണുമ്പോഴത്തേക്കും ആ മാതാവിന്റെ മുഖത്തൊരു ഭയങ്കര ഒരു മ്ലാനത, അങ്ങനെ എന്തോ ഒരു പ്രകാശക്കുറവ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ എന്തോ ചെയ്തു, മാതാവിന് ഇഷ്ടമില്ലാത്ത എന്തോ ചെയ്തു. അപ്പം അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഞാൻ പ്ലസ് ടുവിലൊക്കെ ആയപ്പോഴത്തേക്കും പ്രതിഷ്ഠയുടെ കാര്യമൊക്കെ അറിഞ്ഞത്. അതിനെപ്പറ്റി അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് എടുക്കാനും അപ്പം എനിക്കൊരു ആദ്യം ഇത് എന്തിനാണെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ആ ഓരോ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയിലൊക്കെ മാതാവ് അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളാണ്, മോളെ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ആ ഒരു ഈശോയിൽ എങ്ങനെ വളരാന്നുള്ളത് അമ്മ നമ്മളോട് സംസാരിക്കുന്ന പോലെ ആ ഒരു പ്രതിഷ്ഠയിലൊക്കെ ആ ഒരു സംബന്ധിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കാണെങ്കിൽ അത് എനിക്ക് ബാക്കിയുള്ളവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു. അപ്പം ഞാനിപ്പോൾ തന്നെ 4 പ്രാവശ്യം മാതാവിൻ്റെ മുമ്പിലത്തെ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആ മാതാവിൻ്റെ സ്നേഹം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ജപമാല ചെല്ലണം, മാതാവിനോട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം, മാതാവ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ സ്വർഗത്തിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മാതാവാണ്. മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു.